ഏറ്റവും അവസാനത്തെ ഉദാഹരണം PM ശ്രീയാ. PM ശ്രീയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചതാ. മുന്നണി ഘടകകക്ഷികൾക്കിടയിലോ അല്ലെങ്കിൽ ഏകോപന സമിതിയിലോ മന്ത്രിസഭയിലോ പോലും ചർച്ച ചെയ്യാതെ PM ശ്രീ കരാർ ഒപ്പുവയ്ക്കുക. PM ശ്രീ കരാറിനെ ഏറ്റവും അധികം എതിർത്തിരുന്നത് CPM ആ. സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമായിട്ടാണ് CPM എന്നതിനെ കണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഒപ്പുവയ്ക്കുക. അത് സംസ്ഥാന സമിതി ചർച്ച ചെയ്തോ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തോ? ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ നിലപാട് ജനങ്ങളോട് പറഞ്ഞോ? പിന്നീട് കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ചേർന്നു. അവിടെ ഇത് ചർച്ച ചെയ്തോ? ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിനെതിരായിട്ട് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം, സംസ്ഥാന ഭരണം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് കരാർ ഒപ്പുവെച്ച കാര്യം ചർച്ച ചെയ്തോ? ചെയ്തെങ്കിൽ എന്താണ് കേന്ദ്ര കമ്മിറ്റിയുടെ PBയുടെ നിലപാടെന്ന് ആളുകളോട് പറഞ്ഞോ? ഇതൊക്കെ ബംഗാളിൽ പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളുടെ ആവർത്തനമാണ്. മറക്കരുത്. രാജ്യസഭയിൽ ഒരു കേന്ദ്ര BJP മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, BJP സർക്കാരും കേരള സംസ്ഥാന സർക്കാരും തമ്മിൽ ഈ കരാർ ഒപ്പുവെച്ചതിന്റെ പിന്നിൽ ഒരു പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന്. ജോൺ ബ്രിട്ടാസ് ഒരു അഭിമാനമായിട്ടാണ് എടുക്കുന്നത്. ആലോചിച്ച് നോക്ക്. CPMന്റെ ഒരു MP, അദ്ദേഹം BJP സർക്കാരുമായിട്ടുള്ള ഒരു ഏജന്റായിട്ട് പ്രവർത്തിച്ചെന്ന്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച പാർട്ടിയിൽ ഉണ്ടായോ? ജനങ്ങളും അതുപോലെ പാർട്ടിയുടെ അനുഭാവമുള്ളവരും താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിണറായി അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ.